റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തേത് യോജിപ്പിക്കാം എന്നാണ്. യോജിപ്പിക്കാം. ഇവിടെ താഴെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഈ സ്ഥലത്തേക്ക് എടുത്ത് എഴുതാൻ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളതാണ്. ഇവിടെ ഉത്തരങ്ങൾ നോക്കൂ. ആദരിക്കുക, പ്രശംസിക്കുക, പ്രകൃതി, വൃത്തി, പ്ലാസ്റ്റിക്, അബൂ ഖുഹാഫ, കരുണ കാണിക്കുക, ഖുർആൻ. ഇതൊക്കെയാണ് ഉത്തരങ്ങളുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കാം, എന്നിട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഈമാനിൻ്റെ ഭാഗമാണ്. ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പഠിച്ചിട്ട് നമ്മൾ സംഗതി പഠിച്ചല്ലോ. എന്താണത്? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പഠിച്ചില്ലേ? നമുക്കിവിടെ എഴുതാം വൃത്തി എന്ന് എഴുതാം. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ത്? എന്താ? പ്രകൃതി. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് പ്രകൃതി. അതിനോട് നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പഠിച്ചല്ലോ, സംരക്ഷിക്കണം എന്നൊക്കെ. ഇനി മൂന്നാമത്തത് വലിയവരെ നമ്മളെന്താ ചെയ്യേണ്ടത്? ആദരിക്കുക. അതാണ് അതിൻ്റെ ആൻസർ. വലിയവരെ ആദരിക്കുക. അപ്പോൾ പിന്നെ നാലാമത്തത് ചെറിയവരെ. വലിയവരെ ആദരിക്കുക, ചെറിയവരെ എന്ത് ചെയ്യുക? ചെറിയവരോട് കരുണ കാണിക്കുക. അതാ നാലാമത്തത്. ചെറിയവരോട് കരുണ കാണിക്കുക. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് അഞ്ചാമത്തെ എന്താ? നന്മ കണ്ടാൽ, നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ? പ്രശംസിക്കുക. ചെറിയവരോടുള്ള കാര്യങ്ങളിൽ പെട്ടതാണല്ലോ. അപ്പോൾ പ്രശംസിക്കുക എന്നെഴുതാ. പ്രശംസിക്കുക. പിന്നെ ആറാമത്തത് ഒരു നാശകാരിയാണ്. എന്ത്? നാശകാരിയായ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതാ പ്ലാസ്റ്റിക്. ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് എന്ന് എഴുതാം. അടുത്തത് ഏഴാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവ് അല്ലേ? പിതാവിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എന്താ? അബൂ ഖുഹാഫ എന്നാണ്. അബൂ ഖുഹാഫ നമ്മൾ പഠിച്ചല്ലോ. വലിയവരെ ആദരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച ഒരു സംഭവം മക്ക വിജയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിതാവുമായി വന്നപ്പോൾ പിതാവിനെ ഞാൻ അവിടെ വന്ന് കണ്ടിരുന്നേനെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അബൂ ഖുഹാഫ എന്ന് ആൻസർ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ. അപ്പോൾ നമുക്കതിങ്ങനെ യോജിപ്പിക്കാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി. 2 വീതം എഴുതാം. ഇത് അധിക പരീക്ഷകൾക്ക് ഉണ്ടാവാറുള്ളതാണ്. 2 വീതം എഴുതാം, അല്ലെങ്കിൽ 3 വീതം എഴുതാം, 1 വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? ഖൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം. നമ്മളെ ഹൃദയത്തെ ശുദ്ധമാക്കേണ്ട കുറച്ച് ദുസ്വഭാവങ്ങളുണ്ട്. എന്തിനെ തൊട്ടൊക്കെയാണ് അത് ഖൽബിനെ ശുദ്ധമാക്കേണ്ടത്? അത് കിബർ, ഹസദ്, റിയാ, ഷിർക്ക്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ കിബറും ഹസദും ഇതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഫുള്ളായിട്ട് പഠിക്കുക. കിബർ, ഹസദാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് എഴുതാം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ. അടുത്ത ചോദ്യം രണ്ടാമത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ. പ്രകൃതിയെ നമ്മളൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് 3ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. സഹജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പിന്നെ ജലം മലിനമാക്കാതിരിക്കുക, അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങൾ ദുർവ്യയം ഒഴിവാക്കുക, മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ
2 കാര്യങ്ങൾ. നിങ്ങൾ ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞങ്ങളിവിടെ 2 കാര്യങ്ങൾ ഇതാണ്. 1 മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, 2 ജലം മലിനമാക്കാതിരിക്കുക. ഇത് രണ്ടുമാണ് ഇവിടെ എഴുതുന്നത്. ഇനി അതിൽ 3-ാമത്തെ ഒരു ചോദ്യം എന്താ? സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ അത് നമ്മൾ പിന്നെ എത്രാമത്തെ പാഠത്തിലാണ്? 5-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൻ്റെ 16-ാമത്തെ പേജിലുണ്ട്. മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക, അവരെ സഹായിക്കുക, തെറ്റുകൾ സൗമ്യമായി തിരുത്തുക, അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവരെ സന്ദർശിക്കുക, അവരുടെ അഭിമാനം കാക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ 2 ഇതാണ്. 1 മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, 2 അവരെ സഹായിക്കുക. പുസ്തകത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി അതിൽ 4-ാമതൊരു ക്വസ്റ്റ്യൻ എന്താണ്? ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 7-ാമത്തെ പാഠത്തിൽ കാരുണ്യം കുഞ്ഞുങ്ങളോടെന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ. ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവരോടൊപ്പം കളിക്കുക, അവരെ ചുംബിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക, അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക, തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക, നന്മ കണ്ടാൽ പ്രശംസിക്കുക, അവർക്ക് സമ്മാനം നൽകുക, അവരെ സഹായിക്കുക, അവർക്ക് സംരക്ഷണം നൽകുക. കുറേ കാര്യങ്ങളുണ്ട്. അതിൽ 2 എഴുതാം. അതിൽ 1-ാമത്തത് ഞാനിവിടെ എഴുതുന്നത് അവരോടൊപ്പം കളിക്കുക. 1 അവരോടൊപ്പം കളിക്കുക, 2 അവരെ ചുംബിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഈ ചോദ്യം വരികയാണെങ്കിൽ. ഇനി 3-ാമത്തെ ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉത്തരം എഴുതാം എന്നാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിൽ 1-ാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല ഫസ്റ്റ് വെക്കേണ്ടത്? ഇടത് കാല് മുന്തിക്കണം അല്ലേ? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല്, പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല്. 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വുളൂഇലും ദുർവ്യയമുണ്ടോ എന്ന് സഅദ് റളിയല്ലാഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു? സഅദ് റളിയല്ലാഹു അൻഹു വുളൂ എടുക്കുന്ന സമയത്ത് എന്താണ് സഅദേ ദുർവ്യയം എന്ന് നബി തങ്ങൾ ചോദിച്ചു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചതാണ്, നബിയെ എന്താ ചോദിച്ചത്? വുളൂഇലും ദുർവ്യയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നബീൻ്റെ മറുപടി എന്തായിരുന്നു? അതെ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നല്ലേ നബി തങ്ങൾ മറുപടി പറഞ്ഞത്? അതെ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും. 3 പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ? പ്ലാസ്റ്റിക് എങ്ങനെ നമ്മളെ ശരീരത്തിലെത്തുക? നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ അതുവഴിയാണ്. അപ്പോൾ ഭക്ഷണം വഴി എന്ന് എഴുതാം. പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലെത്തുന്നത് ഭക്ഷണം വഴി. പിന്നെ 4-ാമത്തെ ചോദ്യം എന്തായിരുന്നു? യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നതാര്? ആരായിരുന്നു? ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണല്ലേ. അവർക്ക് വെള്ളം കൊടുക്കാം, മുഖത്ത് തടവി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്തു? ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളവുമായി അന്വേഷിച്ച് നടന്നു. പക്ഷേ എന്ത് നടന്നില്ല? ആ സംഭവം നമുക്കറിയാലോ, ചരിത്രം അറിയാലോ. പക്ഷെ ആർക്കും വെള്ളം കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന ആൻസർ എഴുതാം. ഇനി 5-ാമത്തത് നമ്മുടെ സഹോദരങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നേണ്ടത് എന്താണ്? നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായാൽ നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? അത് നമ്മുടെ സ്വന്തം പ്രയാസമായി തോന്നണം എന്നല്ലേ? അത് നമ്മുടെ സ്വന്തം പ്രയാസമായി തോന്നണം എന്ന് എഴുതാം. അല്ലെങ്കിൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി 5-ാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം എന്നാണ്. അർത്ഥം എഴുതാം. 2 ഹദീസുകളോട് കൊടുത്തിട്ടുണ്ട്. അതിൽ 1-ാമത്തേത് മല്ലാ യർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല, അല്ലെങ്കിൽ കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല എന്നൊക്കെ എഴുതാം. കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ഉസ്താദ്മാർ പറഞ്ഞെന്ന പോലെ എഴുതാം. 2-ാമത്തേത് നള്ളിഫു അഫ്നിയത്തക്കും എന്നാണ്. നള്ളിഫു അഫ്നിയത്തക്കും എന്താണ്? നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുവീൻ എന്നല്ല പഠിച്ചത്. നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുവീൻ. ഇനി 5-ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്.
2 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തത് ലൈസ മിന്നാ മല്ലം യർഹം ഡാഷ് വയരിഫ് ഡാഷ് കബീറന. അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ ചേർത്ത് കൊടുക്കുക. ലൈസ മിന്നാ മല്ലം യർഹം, ബാക്കി എന്താ ചേർക്കാനുള്ളത്? ലൈസ മിന്നാ മല്ലം യർഹം സ്വഗീറന. പിന്നെ വയരിഫ് ഷറഫ കബീറന എന്നല്ല പഠിച്ചത്. ലൈസ മിന്നാ മല്ലം യർഹം സ്വഗീറന വയരിഫ് ഷറഫ കബീറന എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക. കാരണം ഇവിടെ പൂരിപ്പിക്കാനാണ് വന്നത്. ഇനി അർത്ഥം എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് വന്നാലോ, വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് ബിസ്മില്ലാഹി തവക്കൽത്തു ഡാഷ് ഇല്ലാ ബില്ലാ. ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ഇവിടെ ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ പൂരിപ്പിക്കാൻ വരികയാണെങ്കിൽ ഇങ്ങനെയും എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.